ഹലോ ഗ്ലോയിസ്, വെൽക്കം ബാക്ക് ടു ഗ്ലോ വെജി. അങ്ങനെ ഓണൊക്കെ എത്തിയിരിക്കുന്നു. മാവേലി തമ്പുരാനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമോഷനാണ് മലയാളികൾക്ക്, അല്ലേ? നമ്മുടെ ഒരു ചൈൽഡ്ഹുഡാണ് ഓണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ ഓണക്കഥകൾ പറഞ്ഞു തന്നുകൊണ്ട് എൻ്റെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കിക്കൊണ്ട് നമുക്കൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം ഓണത്തിന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഔട്ട്ഫിറ്റ് എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇതിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഫൗണ്ടേഷൻ വെച്ച് തുടങ്ങാം. ഞാൻ ഓൾറെഡി സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഫൗണ്ടേഷൻ അതാ കടന്നത്. അപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിലത്തെ ഓണമാണ്. ഞാനൊരു 8 ഇയേഴ്സ് വരെ ഉള്ള ഓണമാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ, ഞാൻ ദുബായിലായിരുന്നു പഠിച്ചും വളർന്നതൊക്കെ. അവിടെ നമുക്ക് ഓണത്തിന് വെക്കേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ സ്കൂൾ കഴിയുമ്പോഴത്തേനും ഒരു 1:30 ആവും. അപ്പം ഞാൻ അവിടെ, അപ്പോൾ പിന്നെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് ഇറങ്ങും. അപ്പോഴത്തേന് പേരൻസും കുഞ്ഞമ്മമാരും എല്ലാം ഓഫ് എടുക്കോ ഹാഫ് ഡേ എടുത്ത് അവിടെ കാണും. കസിൻസ് എല്ലാം എത്തും. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ വിളമ്പി ഇലയിലൊക്കെ ഇട്ട് നമ്മൾ കഴിക്കും. ഇതിൻ്റെ തലേ ദിവസം നമ്മൾ അത്തപ്പൂ ഇടും. ഞാൻ വീട്ടിലായിരിക്കും ഇടും. നമ്മൾ ഇതിലും പൂവും മാറ്റി വെച്ച് അങ്ങനെ ഇടും അത്തപ്പൂ തലേ ദിവസം. അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഇതായിരിക്കും അതിൻ്റെ ഫംഗ്ഷൻ. പായസം കാണും. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇരുന്ന് സംസാരിച്ച് നമ്മൾ ഭയങ്കര ഫുള്ളായിരിക്കും. ഫയറൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കിടന്ന് ഒന്നെങ്കിൽ സിനിമ കാണും, ചിലപ്പോൾ പുറത്ത് പോകും എല്ലാവരും കൂടെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓണം. 11th ഒക്കെ ആയപ്പോഴത്തേന് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ സ്കൂളിലായിരുന്നു. അപ്പോൾ സ്കൂൾ അടയ്ക്കുന്നു, ഡ്രസ്സ് വാങ്ങിക്കാൻ 2-3 ദിവസം മുന്നേ നമ്മൾ ഓടുന്നു ഓണം ഉടുപ്പ് സ്കൂളിലിടാൻ വേണ്ടി. പിന്നെ ഫങ്ഷൻസ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, ഓണപ്പരിപാടികൾ, ഓണക്കളികൾ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വെക്കേഷൻ തുടങ്ങും. എക്സാം കഴിഞ്ഞു, വെക്കേഷൻ തുടങ്ങി. അങ്ങനെ 10 ദിവസം വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും. ഇതായിരുന്നു സ്കൂളിലുള്ള ഓണം. പിന്നെ നമ്മൾ കോളേജിലെത്തിയപ്പോൾ എന്തുവാ, സീനിയേഴ്സ് പൂ കൊണ്ടുവരും. ഇതളും പൂവും മാറ്റി മാറ്റി വെക്കണം. പിന്നെ ഡാൻസ്, തിരുവാതിര. ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ട് ഒരു 10 ദിവസം പിന്നെ അവധി. സാരി എല്ലാം ഉടുത്തുകൊണ്ട് നമ്മൾ പോകും. ഇതാണ് കോളേജിലെ ഓണം. പിന്നെ ഓഫീസിലെത്തിയപ്പം ഓഫീസ് ഓണം. അത് പിന്നെ നമുക്ക് അവധി ഒരു ദിവസം കിട്ടും. 1-2 ദിവസം അവധി ഓണത്തിന് കിട്ടും. നമുക്ക് ആദ്യം ഈ മസ്കാര ഇട്ടിട്ട് ബാക്കി കഥ പറച്ചിൽ തുടങ്ങാം കേട്ടോ. പിന്നെ ഓഫീസിലത്തെ ഓണം. ഓഫീസിലായപ്പം ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പം ഓണം എന്ന് പറയുന്നത് ഒരു ദിവസമായിരിക്കും. ഓണത്തിന് നമ്മൾ കിട്ടുന്ന 1-2 ദിവസം കിട്ടും. പിന്നെ ഓഫീസ് പ്രോഗ്രാംസ്, ഞാൻ ഓണക്കളികൾ, സദ്യ, ഓണത്തിന് മുന്നത്തെ ദിവസം. പിന്നെ ഓണം വരുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ വന്നു സദ്യ ഉണ്ണും. പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് സംസാരിച്ചിരിക്കും. ചിലപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകും. ഇതാണ് വലുതായപ്പം ഉള്ള ഓണം. പക്ഷെ എത്ര ഓണം ഉണ്ടായാലും പഴയ കുഞ്ഞിലത്തെ ഓണമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓണം. ഈ ഓണം വിത്ത് ഫാമിലി, ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഓണം. അപ്പം നമുക്കിന്ന് അങ്ങനെ ഓണക്കഥകൾ പറഞ്ഞു. നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഫോക്കസ് ചെയ്യാം. നമുക്ക് ഐബ്രോസ് ചെയ്യാം.
അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സാരി എടുത്തിട്ട് വരാം. ഇതാണ് എൻ്റെ സാരി ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഹെയറും കൂടെ ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ ഹെയറും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് പൂവും കുറച്ച് ആക്സസറീസും വെച്ചിട്ട് വരാം. നമ്മൾ കമ്മലും മാലയൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഓണം ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ.